5 years old at a wishing well, just throwing pennies as a little girl, wishing her life was like a fairy tale. It only comes true if you never tell. 18 years still wondering, still looking up, still believing, but I'm blowing dandelions against the wind. Does life always go like this? So just keep on dreaming, one day you'll see. Titus chapter 2 verse 7. And you yourself must be an example to them by doing good works of every kind. Let everything you do reflect the integrity and seriousness of your teaching. I'll be reading from the book of Titus, chapter 2, verses 8. Teach the truth so that your teaching can't be criticized. Then those who oppose us will be ashamed and have nothing bad to say about us. We now invite Mr. V.O. Matthew, retired General Manager, Malayala Manorama and President of Valakuri Kudumba Yogam, to the stage for the welcome speech. മീറ്റിംഗിൻ്റെ വിശിഷ്ടാതിഥികളായ അഭിവന്ദ്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു ജോസഫ് സാർ, ബഹുമാനപ്പെട്ട ബോസ്കോ അച്ഛൻ, പ്രിയപ്പെട്ട രമേഷ് സാർ, വേദിയിലും സദസ്സുള്ള പ്രിയപ്പെട്ടവരെ, ആനി ജോസഫ് വള്ളമറ്റം അഥവാ ആനി ജോർജ് വാളക്കുഴി എന്ന മഹതിയെ അനേകം വർഷങ്ങൾ അടുത്തറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ നേതൃപാഠവും അർപ്പണബോധവും എമ്പതിയും ഒക്കെ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ, സഭ, സാമൂഹ്യ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ധാരണകൾ അപൂർണമാണെന്നും അത് മഞ്ഞുമലയുടെ തുമ്പ് മാത്രമാണെന്നും എനിക്ക് ബോധ്യമായി. ആവശ്യപ്പെടാതെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ട് അറിഞ്ഞ് ഇടപെടുവാനും പ്രവർത്തിക്കാനുമുള്ള മനോഭാവം ആനിച്ചേച്ചിക്കുണ്ടായിരുന്നു. മൂവാറ്റുപുഴ രൂപതയുടെ ആദ്യത്തെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി അഭിമന്യ കൂർലോസ് പിതാവ് ആനി ജോർജിനെ നിയമിച്ചു. ഇന്ത്യയിൽ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി ഒരു വനിത നിയമിക്കപ്പെടുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു. പിതാവ് അർപ്പിച്ച വിശ്വാസം ആനി ജോർജ് നിറവേറ്റി കാണുമെന്ന് കരുതുന്നു. അഭിമന്യ കൂർലോസ് പിതാവ് ഒരു ഇടവ സന്ദർശനത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. രൂപതയിലെ അംഗങ്ങളെല്ലാം ആ രൂപത അധ്യക്ഷൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് മെത്രാനെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഇന്നിവിടെ തിരുവല്ല അതിരൂപതയിൽ നിന്ന് ഉള്ള അംഗങ്ങൾ അധികം പേരില്ല. ഞാൻ ഉൾപ്പെടെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിതാവിൻ്റെ ഒരു ആത്മീയ മകനാണ് ഞാൻ എന്ന കാര്യത്തിൽ വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. അഭിമന്യ പിതാവിനെ നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. You can wish for the world, but still what'll be will be. It ain't always easy, ain't always smooth. Life ain't about whether you win or lose. And they say that dreams don't always come true, but that's okay. I'll keep dreaming anyway. 25 looking at the midnight sky, watching shooting stars fly by, wishing I'd find the perfect guy. I've learned that love ain't easy to find. Into the essence of this monograph. It is more than just a collection of words. It is a tribute to a life well lived, filled with triumphs, challenges, and invaluable lessons. Father Bosco, a humble, loving soul, now at Bethany Ashram, Ashokapuram, Alvi, a familiar face to many from his vibrant parish work in the 80s and 90s. He is a driving force behind this book. We invite you for the introductory speech. അധ്യക്ഷൻ അഭിമന്യ മാർ കൂർലോസ് പിതാവേ,
വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതരായ ബഹുമാനപ്പെട്ട സഹോദരിമാർ, വാളക്കുഴി വള്ളമറ്റം കുടുംബ അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. ലോകത്തിൽ ആദ്യമായി ചരിത്രം നിർമ്മിച്ചത് യഹൂദജനമാണെന്ന് പറയപ്പെടുന്നു. ഇന്ന് ഏത് ജനതയ്ക്കും ചരിത്രങ്ങൾ ധാരാളമായുണ്ട്. അതേ തുടർന്ന് ചരിത്രങ്ങളുടെ വേലിയേറ്റം തന്നെയായി. സമുദായ ചരിത്രങ്ങൾ, കുടുംബ ചരിത്രങ്ങൾ, വ്യക്തി ചരിത്രങ്ങൾ, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു വ്യക്തിയിലാണ്. വ്യക്തിയെ ഞാൻ സൗകര്യത്തിന് വേണ്ടി കഥാനായിക എന്ന് സംബോധന ചെയ്യുകയാണ്. നമ്മളൊരു കഥാരൂപത്തിൽ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് കഥയെല്ലാം കൂടെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ചില വാക്കുകൾ മാത്രം ഞാൻ പറയും. പിന്നെ അത് നിങ്ങൾ ആനി ടീച്ചറിൻ്റെ മധ്യസ്ഥതയിൽ, ആനിയുടെ ചൈതന്യം നിങ്ങളുടെ ശ്വാസത്തിലും നിങ്ങളുടെ പ്രാണപ്രവാഹത്തിലും നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അല്ലാതെ എനിക്കെല്ലാം കൂടെ വാക്കുകളിൽ പറയാൻ സാധിക്കുന്നില്ല. ഈ അന്തരീക്ഷം ആനി മയമായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ആനിയുടെ ആത്മാവ് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ചെല്ലുന്നവരെയും പിന്നീടും നിങ്ങളിലേക്ക് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത നിങ്ങളിലേക്ക് പകർന്നു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൽ 3 മാർഗങ്ങൾ എന്ന് പറയാറുണ്ട്. ജ്ഞാനമാർഗം, ഭക്തിമാർഗം, അതുപോലെ കർമ്മമാർഗം. ജ്ഞാനം എന്നുള്ളത് കൂടിയതാണ്. സൗകര്യത്തിന് വേണ്ടിയിട്ട് വിജ്ഞാനം ഒന്നും കൂടെ പറയാൻ കാരണം ആനി ടീച്ചർ വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ സാക്ഷിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വ്യാപരിക്കുന്നത്, മറ്റു മനുഷ്യരുമായിട്ട് ഇടപെടുന്നത്, ഇതൊക്കെ ആത്മകേന്ദ്രിതമായി, പ്രത്യേകിച്ച് യേശു കേന്ദ്രിതമായി ആനി ടീച്ചർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവവും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആനി ടീച്ചറിനെ കുറിച്ച് ഭക്തിമാർഗം മാത്രമാണ് ഞാൻ ഏതാനും വരികളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത്ര വിജയത്തിൽ ഒരു വിധത്തിലായില്ല. പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല കൂട്ടുകാരനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ജോസ് കുറ്റിക്കേരി അച്ഛൻ. അദ്ദേഹമാണ് ഇതിൻ്റെ പരമാത്മാവും ജീവാത്മാവും. വാളക്കുഴി കുടുംബത്തിലൂടെ, പ്രത്യേകിച്ച് ആനിയുടെ ജീവിത പങ്കാളിയായ പ്രിയപ്പെട്ട ജോർജ് കുട്ടിയിലൂടെ അതിങ്ങനെ ഞങ്ങൾക്കൊക്കെ കാണത്തക്കവണ്ണം കുടുംബങ്ങളുടെ ഇടവകയിലും അത് അനുഭവവേദ്യമായി എന്നുള്ളതാണ് ഇതിനകത്ത് നേതൃത്വം. അതുകൊണ്ട് സാധാരണയായിട്ട് സന്യാസികളുടെ ഇടയിൽ നിന്ന്, വൈദികരുടെ ഇടയിൽ നിന്ന് ഒക്കെ ഈ വിശുദ്ധ പദവിയിലേക്ക് ദൈവദാസൻ, ദാസി, പിന്നീട് നമുക്ക് 3-4 പദവികളുണ്ട്. എൻ്റെ വിചാരം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധിയുടെ പദവികൾ കിടക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരിക്കണം. ഇതാണ് മലങ്കര സഭയുടെ ഒരു പ്രയോഗമാണ്. കൃപ നിറയുന്ന കുടുംബങ്ങൾ, കൃപ നിറഞ്ഞ എന്നുള്ളതല്ല, കൃപ നിറയുന്ന കുടുംബങ്ങൾ.
ആനി ടീച്ചറും ജോർജ് കുട്ടിയും ഉൾപ്പെട്ട ഈ കുടുംബം കൃപ നിറഞ്ഞതാണ് എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ പ്രകാശിതമാകുമെന്നാണ് ഞാൻ ന്യായമായി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് 2 വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്: മാതൃക, അതുപോലെ തന്നെ അത് അനുകരിക്കുക, അത് സ്വന്തമാക്കുക. മാതൃക എന്ന് വെറുതെ പറഞ്ഞു നടന്നാൽ പറ്റത്തില്ല, അത് സാംശീകരിക്കുവാൻ. ഇങ്ങനെയാണ് കുടുംബങ്ങൾ കൃപ നിറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് ഇനി കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധരുണ്ടാകണം. അത് മാർത്തോമ പ്രഖ്യാപിക്കുന്നത് വേറൊരു വശമാണ്. പക്ഷെ നമ്മളൊക്കെ അതിന് സാക്ഷികളായിരിക്കും. അതുകൊണ്ട് തന്നെ വെറും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ അവരുടെ മാധ്യസ്ഥം തേടണം. ആദ്യത്തേത് ആനി ടീച്ചറ് ഏതെന്തോട്ടം എന്ന് പറയുന്ന പോലെയുള്ള ഏതെന്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു സങ്കല്പമുണ്ട്. ആ സ്ഥലത്ത് ഞാൻ കണ്ടതായിട്ട് ഇത് സ്വപ്നമാണ്, അല്ലെങ്കിൽ വെറും അലവലാതി സ്വപ്നമല്ല. അതുകൊണ്ടാണ് ദർശനമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ നോട്ടീസ് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് കാണുമ്പോഴും അതുകൊണ്ട് വിശുദ്ധ കുർബാന രോഗികൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സഭയിലുണ്ട്. ഇപ്പോഴ് അത് സിസ്റ്റേഴ്സിൻ്റെ കന്യാസ്ത്രീകൾക്ക് അത് വിതരണം ചെയ്യാനുള്ള പ്രത്യേക അനുവാദം സഭ കൊടുത്തിട്ടുണ്ട്. അത് വിശദീകരണമൊന്നുമില്ല, അതൊരു പ്രത്യേക കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എഴുത്തന്നെ പോയില്ല, നമ്മൾക്കിനെ പോയി ശബ്ദം അവസാനിച്ചു. അത് തിരിച്ച് തന്നെ ഏൽപ്പിച്ചു. ഇതേയുള്ളൂ, നിങ്ങളിനിയും പോയിക്കണം ശബ്ദമാണെന്ന് പറയാൻ. അതിന് വെറും ദർശനം പറയുന്ന നമുക്ക് ആ ഭാഷ മനസ്സിലായത് അത് അരൂപികളുടെ ഭാഷയാണ്. അപ്പോൾ ഈ രണ്ട് ദർശനങ്ങളെ സംബന്ധിച്ച് പിന്നീട് അതിന് എൻ്റെ ഒരു എന്തുവാണ് അങ്ങനെ അതുകൊണ്ടാണ് എൻ്റെ ആത്മതലത്തിൽ ഇങ്ങനൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരു ചെറിയ പ്രാർത്ഥന, മലങ്കര സഭയിലെ ഉച്ച പ്രാർത്ഥനയിലെ ഒരു അപേക്ഷ ഭൂസ്വന്നാണ് പറയുന്നത്. അത് കർത്താവേ, നിന്റെ മാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും പുണ്യപ്പെടുത്തേണ്ടതാണ്. ഞങ്ങൾക്ക് വരാത്തൊരാരുമില്ല. ദൈവം കർത്താവ് യേശുമിശിഹ മാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ, ഇതാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നതിൻ്റെ ചൈതന്യം, പ്രാർത്ഥനയാൽ ഞങ്ങളെയും നമ്മൾ ഉദാഹരണം പറ്റുന്നില്ല, ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചു പോയവരെയും പുണ്യപ്പെടുത്താനുണ്ട്. Thank you so much for those touching words. It's our privilege to welcome Mr. K.P. Ramesh, renowned art critic, publisher, working editor of the Sangeeta Nadaka Academy and acclaimed author of 15 books. His latest masterpiece, Ave Maria, was released in November 2023, a moving exploration of Mother Mary through the lens of Mariology. We invite you, sir, to give us an introduction of the book. ഇതൊരു സവിശേഷമായ ഒരു പുസ്തക പ്രകാശനമാണ്. സാധാരണ നമ്മുടെ ഒരു ചിട്ട അനുസരിച്ച് എല്ലാ പരിപാടികളും ഒരു അധ്യക്ഷൻ, ഒരു ഉദ്ഘാടകൻ എന്ന മട്ടിലാണ് സാധാരണ പ്രോഗ്രാം ഉണ്ടാകും. ഇത് അങ്ങനെയല്ല. അതെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ സംസാരിക്കുന്നവർക്കും ഒക്കെ വളരെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആണ് ഈ പരിപാടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ മുഖചിത്രം, അതിൻ്റെ ടൈറ്റിൽ, അതിന് തുടങ്ങുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത.
ഇപ്പോൾ ആരാണ് നീ, ആനി എന്നെ ഇടയ്ക്ക് രാണ് എന്ന് ചേർക്കുമ്പോൾ ഇപ്പോൾ സംഗീതത്തിലേക്കുള്ള ഈ കൗണ്ടർ പോയിന്റ് പോലെ ആ ഒറ്റ ഏകമായിട്ടുള്ള ഒരു വലിയ അർത്ഥവും, എന്നാൽ അതിൽ ഉണ്ടായിട്ടുള്ള ആ ബഹുസ്വരമായിട്ടുള്ള അതിൻ്റെ അർത്ഥവും ഇവിടെ ഈ കവറ് ദ്യോതിപ്പിക്കുന്നുണ്ട്. ഇതൊരു സവിശേഷമായിട്ടുള്ളൊരു മോണോഗ്രാഫാണ്, ജീവിത രേഖയാണ്. ഇതൊരിക്കലും ഒരു ജീവചരിത്ര ഗ്രന്ഥമല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഡോക്ടർ ആനിയെ പറ്റി അവരുടെ ഭർത്താവും ഭർത്തൃ സഹോദരനും മക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രൂപതയിലെ സമന്വിത വ്യക്തികളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഫിസിക്സിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് ഡോക്ടർ ആനി എന്ന് നമുക്കറിയാം. അവരെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എന്തായിരുന്നു എന്നാണ് ഈ പുസ്തകം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത്. നിരവധി ഫോട്ടോകൾ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത് ഒരർത്ഥത്തിൽ ഈ രണ്ട് വലിയ കുടുംബങ്ങളുടെ, വള്ളമറ്റം വളകുഴി കുടുംബങ്ങളുടെ ഒരു ദൃശ്യ ചരിത്രം കൂടിയാണ്, ഒരു വിഷ്വൽ ഹിസ്റ്ററി. അത് ആ എക്സിബിറ്റിരിക്കുന്ന ആ ഫോട്ടോകളിൽ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ഈ പുസ്തകത്തിലെ മറ്റൊരു സവിശേഷത, മറ്റൊരു ജീവചരിത്രത്തിലും ഒരു ആത്മകഥയിലും കാണാത്തൊരു സവിശേഷത, അവരുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ടെക്സ്റ്റ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഭിമന്യരായ കൂർലോസ് പിതാവ്, ശ്രീ യുഹനോൻ മാർ തെഡോഷ്യസ്, ശ്രീ എബ്രഹാം മാർ ജൂലിയോസ്, ഫാദർ ഐസക് വച്ചേരി എന്നിവരുടെ കുറിപ്പുകൾ ഇതിൽ വാക്കുകളായിട്ടല്ല അമൃതവചനങ്ങളായിട്ട് തന്നെ ഈ പുസ്തകത്തെ ആശീർവദിക്കുന്നുണ്ട്. ഡോക്ടർ ആനി തൻ്റെ വ്യക്തിജീവിതത്തിലും കർമ്മപദത്തിലും കാത്തുസൂക്ഷിച്ച മൂല്യബോധവും കരുണയും കരുതലും മാതൃകാപരമായിരുന്നു എന്ന് ഈ പുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഡോക്ടർ ആനി ജോർജിൻ്റെ സ്മരണ നിലനിർത്തുവാൻ അവരുടെ പ്രിയപ്പെട്ടവർ അത്യധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അതിനൊരു പിന്തുടർച്ചയാകുവാൻ ഈ പുസ്തകത്തിന് സാധിക്കട്ടെ. ഈ പുസ്തകം പല നിലകളിൽ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് മാത്രമാണ് ഒരു പ്രസാദത്തിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് പറയാനും പ്രാർത്ഥിക്കുവാനും ഉള്ളത്. Beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? Watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty and all she is. I'll be brave, I will not let anything take away. Was standing in front of me. Every breath, every hour has come to this. It is our great pleasure and honor to invite the Metropolitan Archbishop of Tiruvalla, His Grace, Dr. Thomas Markourelos, to launch this book and share his heartwarming reflections on Annie Mummy. Tripura Diocese.
which was part of Tiruvalla Archdiocese. It was during his tenure, Annie Mummy served as the first pastoral council secretary of Motupura Diocese. He always blessed us with his presence at most of our major gatherings and shares a special bond with our family, especially with Annie Mummy. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയനായ നമ്മളുടെ മുൻ VC കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ആദരണീയനായ ഡോക്ടർ ബാബു ജോസഫ് സാറ് ഇന്ന് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പങ്കുവെച്ച ഞങ്ങളെല്ലാം ആദരണീയനായ ബോസ്കോ അച്ഛൻ ഈ പുസ്തകത്തിന് വേണ്ട എല്ലാവിധ ചട്ടക്കൂട്ടുകളും ക്രമീകരിച്ച് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട രമേശ് സാറ്, ഈ വേദിയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആദരണീയരായ ഡോക്ടർ സിസ്റ്റർ സുജിത, ഡോക്ടർ സജിമോൾ, ഞങ്ങളുടെ എല്ലാം ആദരണീയയായ പ്രൊഫസർ മോനമ്മ കോക്കാട്, ഡോക്ടർ വത്സ വർക്കി, ഞങ്ങളുടെ സെയിൻറ്റ് തോമസ് ഇടവകയിലെ സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാരി HM പ്രിയപ്പെട്ട ഷൈല ടീച്ചർ, ആദരണീയരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മക്കളെ, പ്രിയപ്പെട്ടവരെ, വാളക്കുഴി കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ വള്ളമറ്റം കുടുംബാംഗങ്ങൾ, നമ്മളിന്ന് ഈ സവിശേഷമായ ഈ വേദിയിലായിരിക്കുന്നത് നമ്മുടെ എല്ലാം ഹൃദയത്തിൻ്റെ തുടുപ്പുകളിൽ ഇന്നും മാഞ്ഞു പോകാൻ ഇടവരാത്ത രീതിയിൽ മുദ്ര പതിപ്പിച്ച സ്നേഹനിധിയായ ആനിയുടെ ഓർമ്മയാണ്. നമ്മൾ ഈ ഓർമ്മയെന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് അതിൻ്റെ വലിയ പ്രതിസന്ധിയിലാണ് മനുഷ്യൻ. കർത്താവ് അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത്, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പം ഈ ഓർമ്മ എന്ന് പറയുന്നത് പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തെ നമ്മൾ നമ്മളുടെ ബുദ്ധിയിലേക്കും ഓർമ്മയിലേക്കും തിരിച്ചു വിളിക്കുന്ന ഒരനുഭവമാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. എന്നാൽ അതല്ല. ശരിക്കും ഓർമ്മയെന്ന് പറയുന്നത് ഇന്നലകളിലെയും ഇന്നത്തെയും നാളത്തെയും ഒരാൾ തന്നെയാണെന്നുള്ള ബോധ്യമാണ് സത്യത്തിൽ ഈ ഓർമ്മയെ ഏറ്റവും സവിശേഷമാക്കുന്നത്. ആ ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഡിമെൻഷ്യ എന്നോ അൾസൈമർ എന്നോ ഒക്കെ തരത്തിലുള്ള രീതിയിൽ നമ്മൾ രോഗത്തെക്കുറിച്ചോ രോഗികളെക്കുറിച്ചോ ഒക്കെ പറയുക. അപ്പോൾ നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ് ഇന്നലെ ആയിരുന്ന ഞാനും ഇന്നിപ്പോൾ ആയിരിക്കുന്ന ഞാനും നാളെ ആകാൻ പോകുന്ന ആളും തമ്മിലുള്ള ആ ഒരു ബന്ധം. അതാണ് നമ്മളെ സത്യത്തിൽ ഒരു സവിശേഷമായ വ്യക്തിയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഓർമ്മ എന്ന് പറയുന്നത് പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തെ നമ്മളുടെ ബുദ്ധിയിലേക്കോ അല്ലെ മനസ്സിലേക്കോ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു കാര്യം മാത്രമല്ല. ഇന്ന് നമ്മൾ സ്നേഹനിധിയായ ആനിയുടെ ഈ ഓർമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ബോസ്കോ അച്ഛൻ ആനിയുടെ ആത്മീയ പിതാവായിരുന്നു. ആനിയെ വളരെയേറെ സ്നേഹിക്കുകയും ആനി സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ ആത്മീയ പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. പ്രിയപ്പെട്ട അച്ഛന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വയോധികനായി ആധ്യാത്മികത കൊണ്ട് നമ്മളുടെ എല്ലാം വലിയ പിതാവായി നമ്മുടെ ഇടയിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നെനിക്കറിയാൻ പാടില്ല. പ്രത്യേകിച്ചും ആനിയെ സംബന്ധിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഇപ്രകാരം ആനി സ്വർഗത്തിലെ പിതാവിനോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് ആയിരിക്കുന്നു. ആ പ്രിയപ്പെട്ട മകളുടെ ജീവിതത്തിലെ സവിശേഷതകൾ എണ്ണി നമ്മോട് പറഞ്ഞപ്പോൾ
നമുക്കുണ്ടായ സന്തോഷം വളരെയധികമാണ്. 2012 ജൂൺ മാസത്തിൽ പ്രിയപ്പെട്ട ആനി നമ്മളിൽ നിന്ന് യാത്രയായി. 12 വർഷത്തെ ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ ഇടവേള. ഇത് ഈ ഓർമ്മ ശരിക്കും അത് ഒരു പുസ്തക രൂപത്തിലേക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ, ഘനീഭവിക്കുവാനായിട്ട് ഇടയായ ഒരു സന്ദർഭമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അതെല്ലാം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തുമില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഈ 2 കുടുംബങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആനി ജനിച്ചു വളർന്നതായ ഈ വള്ളംറ്റം കുടുംബം എന്ന് പറയുന്നത് കോതമംഗലം രൂപതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭവനമാണ്. സമ്പന്നമായ ഒരു കുടുംബമാണ് വാളക്കുഴി കുടുംബം. അതിൻ്റെ ആ കുടുംബത്തോട് ചേർന്ന് വളർന്നവരും വളർത്തിയവരുമാണ് മല്ലപ്പള്ളിയിലെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ വാളക്കുഴി എന്ന് പറയുന്ന ആ കുടുംബത്തിലെ ഒരു അമ്മ എന്ന തലത്തിലേക്ക് വളർന്നു വരുവാൻ, ഒരു മരുമകൾ എന്നുള്ള തലത്തിലേക്ക് വരുവാനായിട്ട് ഇടയായ ആനി താൻ ജനിച്ചപ്പോൾ ലഭിച്ചതായ നന്മകളും ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ ലഭിച്ചതായ മറ്റനുഗ്രഹങ്ങളും സമഞ്ജസമായി ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും ആദരണീയമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. നമുക്കതിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മൂവാറ്റുപുഴ പ്രദേശത്തിൻ്റെ മെത്രാനായിട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ രൂപതയുടെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള തലത്തിൽ ഞാനന്ന് പ്രപ്പോസ് ചെയ്തത് പ്രിയപ്പെട്ട ആനിയായിരുന്നു. അതിൻ്റെ ഒരു കാരണം അമ്മമാർക്കും അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾക്കും സഭ കൊടുക്കുന്ന പ്രാധാന്യത്തെയും സഭയിൽ നിർണായകമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവർക്ക് സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം അവരെ കൂട്ടിച്ചേർക്കണമെന്നുള്ള ഈ സഭയുടെ ഒരു ദർശനം തന്നെയായിരുന്നു. അനിയെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടതെങ്കിലും പ്രിയപ്പെട്ട മോനമ്മയെക്കുറിച്ചൊരു വാക്ക് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. മോനമ്മയും ഈ വാളക്കുഴി കുടുംബത്തിലെ, പ്രത്യേകിച്ചും മലങ്കര കത്തോലിക്ക സഭയിലെ യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന വളരെ അതിശയോക്തി എന്ന ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും മറ്റുള്ളവരുടെ താല്പര്യങ്ങളും ഒക്കെ ഹനിക്കപ്പെടാതിരിക്കത്തക്ക രീതിയിൽ ഒരു പൊതുപ്രവർത്തക എന്നുള്ള തലത്തിലും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള തലത്തിലും മനസ്സാക്ഷിയെ സാധിക്കുന്നത്രയും സ്വാധീനിക്കാനായിട്ട് സാധിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട മഹതിയാണ്. ഞാൻ പുകവലിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് കുഞ്ഞുമക്കള് അപ്പൻ്റെ മടിയിലിരിക്കുകയാണ്. പക്ഷെ അപ്പൻ ഇങ്ങനെ ഇത് ഒരു തീവണ്ടി പോലെ ഇത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ശ്വാസകോശം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ത്യാഗങ്ങൾ, അത് ഫലസമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു എന്ന കാര്യമാണ്. ഇപ്പോൾ മോനമ്മ വേറൊരു പ്രസ്ഥാനം ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളുടെ അമ്മമാരും നമ്മളുടെ സ്ത്രീജനങ്ങളും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളും താലന്തുകളും പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടിപരമായ കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു സത്യത്തിൽ ആനിയെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ നിർബന്ധിച്ചതായ ഘടകം. ഞാൻ വളരെ സമയം പോയി എന്ന് എനിക്കറിയാം. ഞാൻ ഉടനെ തന്നെ നിർത്തിക്കൊള്ളും. പ്രിയപ്പെട്ട ജോർജ് കുട്ടി, ആനിയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം കൊടുത്ത ഒരു സമ്മാനമായിരിക്കുന്ന സ്നേഹനിധിയായ ജോർജ് കുട്ടി, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പൊരുത്തവും ചേർച്ചയും, ഈ വിവാഹം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കൂട്ടാണ്, ഒരു സൗഹൃദമാണ്. അത് യഥാർത്ഥത്തിൽ ജീവിച്ച് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിഞ്ഞ ഒരനുഭവമാണ് എനിക്ക് സത്യത്തിൽ ജോർജ് കുട്ടിയെക്കുറിച്ചും അനിയെക്കുറിച്ചും പറയാനായിട്ട് സാധിക്കുന്നത്. ആരുടെയും മുമ്പിൽ വേറെ
ഒരു വിശേഷണങ്ങളും കൊടുക്കാതെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തലത്തിൽ ഈ ജീവിച്ചതായ ഈ പ്രിയപ്പെട്ട മക്കൾ, അവരെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഭാര്യ, ഒരു നല്ല അമ്മ, സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ വല്യമ്മച്ചിയുടെ നന്മകളെക്കുറിച്ച് ഓർക്കുകയും അതുപോലെ തന്നെ അതിൽ ആഴപ്പെടുവാനായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. ആ മക്കള് അവരെ അമ്മയോട് ചേർന്ന്, പ്രത്യേകിച്ചും രോഗാവസ്ഥയിൽ അമ്മയോട് ചേർന്നിരുന്നതും അമ്മയെ കരുതിയതും ഒക്കെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു നല്ല അമ്മയായിരുന്നു പ്രിയപ്പെട്ട ആനി. ഞങ്ങൾ ഈ സഭയിലെ പിതാക്കന്മാരും വൈദികരും എന്നുള്ള തലത്തിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഈ പ്രിയപ്പെട്ട ആനി ഒരു നല്ല ദൈവഭക്തയായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു നല്ല ദൈവഭക്തയായിരുന്നു. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ദുഃഖമെന്ന് പറയുന്നത് ദൈവഭക്തി ഇല്ലാത്തവരെ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞു എന്നുള്ള സങ്കടമാണ്. ദൈവഭക്തി ഇല്ലാതായിരിക്കുന്നു. ദൈവഭക്തി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നന്മയുണ്ടാവുക? പ്രിയപ്പെട്ട ആനി നമ്മുടെ മുമ്പിൽ ദൈവഭക്തിയുടെ ഒരു വലിയ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ എല്ലാവരെയും ദൈവം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുകയാണ്. ചിലരെ പ്രവാചകന്മാരായി, ചിലരെ അപ്പസ്തോലന്മാരായി, ചിലരെ പ്രബോധകരായി ഒക്കെ വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1, വിശുദ്ധരെ പൗത്രീകരിക്കുവാൻ. 2, രമ്യതയുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ. 3, കർത്താവിൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയെ പടുത്തുയർത്തുവാൻ. ആനിയുടെ ജീവിതത്തെ ഞാൻ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. എല്ലാവരെയും ഏറെ മാന്യമായി കണ്ടിരുന്ന, ആ കണ്ണുകളിൽ എല്ലാവരുടെയും നൈർമല്യവും നന്മയും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി. അത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ എവിടെയോ വായിച്ചു തോർക്കുന്നു, എൻ്റെ നൈർമല്യം നിങ്ങളുടെ കണ്ണുകളിലാണ് എന്ന്. എൻ്റെ നൈർമല്യം നിങ്ങളുടെ കണ്ണുകളിലാണ് എന്ന്. അതെ, നമ്മളുടെ കണ്ണുകൾ സത്യത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്താണ് കാണുന്നത്? നൈർമല്യത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ഒത്തിരിയേറെ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ ആനിയുടെ മനോമുകുരങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, ആ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെയും നന്മ, ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന നന്മ. അത് ആ ഒരു ബഹുമാനത്തിലും ആദരവിലും പ്രിയപ്പെട്ട ആനി തൻ്റെ ജീവിതത്തെ കണ്ടു എന്നുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് രമ്യതയുടെ ശുശ്രൂഷ. ഈ വാളക്കുഴിയിലെ ഈ സഹോദരങ്ങൾ, സത്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇവരെങ്ങനെയാണ് ഇത്രയും യോജിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കാലശേഷം ജോർജ് കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആ വീട്ടിൽ. എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടി സഹോദരങ്ങളോട് ചോദിക്കാതെ ജോർജ് കുട്ടി ഒന്നും ചെയ്തില്ല. ഈ ചേച്ചിയോട് ചോദിക്കാതെ ഇവരാരും ഒന്നും ചെയ്യത്തില്ല. ഇത്രമേൽ ഈ സാഹോദര്യ സ്നേഹം കൊണ്ട് ബന്ധിതമായ ഈ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഈ ഭവനത്തിലേക്ക് ആദ്യമായി കാലുകുത്തി വന്ന ഈ പ്രിയപ്പെട്ട മകള് സത്യത്തിൽ അനുഗ്രഹീതമായി തൻ്റെ ജീവിതം നയിച്ചു എന്നുള്ള കാര്യമാണ്. വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നത്. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ പടുത്തുയർത്തുക. അതെ, ഒരു കുടുംബമാണെങ്കിൽ കർത്താവിൻ്റെ സഭയാണ്, ഒരു സമൂഹമാണെങ്കിൽ കർത്താവിൻ്റെ സഭയാണ്, ഒരു ഇടവക എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്, ഒരു രൂപത എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ അതായത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ട് ആനി പ്രത്യേകിച്ച് ഒരു സൺഡേ സ്കൂള് അതിൻ്റെ പ്രധാന അധ്യാപികയായിട്ട് ജോലി നിർവഹിച്ച വ്യക്തിത്വമാണ്. ഇത്രയും വലിയ സ്ഥാനത്ത് ഒരു PhD ആദ്യമായിട്ട് ഫിസിക്സിൽ PhD എടുത്ത ഒരാൾ സൺഡേ സ്കൂളിലെ ഒരു HM ആയിരിക്കുന്നു, ഒരു അധ്യാപികയായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതെ, താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. ദ മോർ യു റൈസ് ഇൻ യുവർ പൊസിഷൻസ്, the less or the more humble you should become എന്നുള്ളതാണ് അല്ലേ. ഹൂമൂസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഹ്യൂമിലിറ്റി എന്ന വാക്ക് ഇംഗ്ലീഷ് പദം വരുന്നത്. അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹൂമൂസ്
ഹുമൂസ് എന്ന് പറഞ്ഞാൽ നിലമെന്നാണ്, ഭൂമി എന്നാണ്. നമ്മൾ പറയാറില്ലേ ഭൂമിയോളം ഞാൻ താണെന്ന്. ഈ ജീവിതം നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല പാഠമാണ്. നമുക്ക് വളരെ ഒറ്റ ഇരിപ്പിൽ തന്നെ വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ പ്രിയപ്പെട്ട രാമ സാറ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. രമേശ് സാർ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അനുഗ്രഹിക്കപ്പെട്ട മകളെ ഇങ്ങനെ ഓർക്കാനായിട്ട് ദൈവം നമുക്കൊരവസരം തന്നല്ലോ. പ്രത്യേകിച്ച് നാളെ മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമുക്കിങ്ങനെ ഒരു കുടുംബ സംഗമം നടത്താനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷവും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിലുള്ള വലിയ സന്തോഷവും ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം ഒരിക്കൽ കൂടി ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊണ്ടും ഇതിൽ അല്പമായോ അധികമായോ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയോ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവരുടെയും അനുവാദത്തോടുകൂടി നന്മകളോട് ചേർന്ന് ഞാൻ ഈ ആനിയുടെ ഓർമ്മ അനശ്വരമാകത്തക്ക രീതിയിൽ രചിക്കപ്പെട്ട ഈ പുസ്തകം ഏറ്റവും ആദരണീയനായ നമ്മുടെ മുൻ VC പ്രിയപ്പെട്ട ബാബു സാറിന് നൽകിക്കൊണ്ട് ഇത് നിർവഹിക്കുകയാണ്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ജയ് ഹിന്ദ്. Dr. Babu Joseph, former Vice Chancellor of Cochin University of Science and Technology, who was a profound guide and mentor during Annie Mummy's PhD, awarded in 1978. A distant relative and an inspiring academic and literary figure, he continues to make remarkable contributions. Sir, we request you to receive this book and share a few words about your cherished memories with Annie Mummy. അഭിമന്യ ഡോക്ടർ തോമസ് മാർ കുർലോസ് തിരുമേനി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരുന്ന ബഹുമാന്യരായ ആനിയുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, Whom the gods love die young എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. ആനി വാസ്തവത്തിൽ ഒരു പൂർണ്ണ ജീവിതം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മയെല്ലാം വിട്ടുപോയി. അതിലൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആത്മീയ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം ആനി നൽകിയത് എന്ന് വളരെ വ്യക്തമാണ്. ആനിയെ പറ്റി പലരെഴുതിയ കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് പ്രകാശനം ചെയ്തപ്പോൾ അത് ഏറ്റുവാങ്ങാനായ ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ വളരെ കൃതാർത്ഥനാണ് ഞാൻ. ഒരു പഴയ വൈസ് ചാൻസലർ എന്ന നിലയിലല്ല ഞാനിവിടെ നിൽക്കുന്നത്. ആനിയുടെ സഹപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ആനിയും ഞാനും കുടുംബ ബന്ധുക്കളാണ്. ആ ഒരുപക്ഷെ രഹസ്യമായിരിക്കും. ആനിയും ഞാനും സെക്കൻഡ് കസിൻസാണ്. ഞങ്ങളുടെ അമ്മമാരെ ഫസ്റ്റ് കസിൻസ്, അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് കസിൻസായി. അതുകൊണ്ടാവണം ആനിയുടെ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹത്തെ അങ്കിള്, ഞങ്ങൾ വള്ളമറ്റ അങ്കിൾ എന്നാണ് ഞങ്ങൾ എപ്പോഴും റെഫർ ചെയ്തിരുന്നത്. അദ്ദേഹം
മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആനിയുടെ ഇഷ്ട വിഷയം ഫിസിക്സ് ആയതുകൊണ്ട് എൻ്റെയും വിഷയം ഫിസിക്സാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എൻ്റെ ഉപദേശം തേടിയിട്ടുണ്ട് അദ്ദേഹം. മഹാരാജാസിൽ സ്പെഷ്യൽ BSc ചേർന്നപ്പോഴും അതുപോലെ MSc അത് കഴിഞ്ഞ് MSc IIT മദ്രാസിൽ ചേർന്നപ്പോൾ ഒക്കെ ഞങ്ങൾ എവിടെ പഠിക്കണമെന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അങ്കിളിന് മകളെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിട്ടാൽ മതിയെന്നായിരുന്നു. പക്ഷേ ആനിയുടെ ബ്രില്യൻസ് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു IIT വല്ലതും കിട്ടുവാണെങ്കിൽ അവിടെ പോയി പഠിക്കട്ടെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്തുണ്ടല്ലോ. അങ്ങനെ MSc കോഴ്സിന് ആനി മദ്രാസ് IIT പോയി. അതിനുശേഷം PhD ചെയ്യണം. അപ്പോൾ അന്നൊരു ജൂനിയർ പൊസിഷനാണ് എനിക്ക് ഫാക്കൽറ്റിയിലുള്ളത്. കൊച്ചി യൂണിവേഴ്സിറ്റി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ MG കൃഷ്ണപിള്ള എന്ന സാറിൻ്റെ വിദ്യാർത്ഥിയായി ആനി ചേർന്നു, PhD ചെയ്തു. പക്ഷേ സാറ് പറഞ്ഞു ആനിയെ ഞാൻ വിദ്യാർത്ഥിയായിട്ടൊക്കെ എടുക്കാം, പക്ഷേ ബാബു ജോസഫ് ഇതിൽ ഉണ്ടാവണം. ആനിയുടെ ഗവേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബാബു ജോസഫും പങ്കാളിയാവും. കഴിയുന്നിടത്തോളമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ആനിയുടെ ഗവേഷണം പുരോഗമിച്ചത്, പൂർത്തിയാക്കിയത്. അത് മോളിക്കുലർ ഡൈനാമിക്സ് എന്ന വിഷയത്തിൽ മുന്തിയ സംഭാവനകളാണ് ആ തീസിസിൽ കൊടുത്തിരിക്കുന്നത്. നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ ആനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇതും നമ്മുടെ ഇടയിൽ, അതും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൽ വളരെ വേഗത്തിലാണ് സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ നമ്മുടെ സമുദായവും നമ്മുടെ സമൂഹവും ഒക്കെ അംഗീകരിച്ച് തുടങ്ങിയത്. ഇപ്പോഴത് അതിന് വളരെയധികം ഗതിവേഗം ലഭിച്ചിട്ടുണ്ട്. പുരുഷന് സ്ത്രീ തുല്യരാണെന്നുള്ള ഒരു ബോധം അത് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് വേഗത ലഭിച്ചിട്ടുണ്ട്. ആനി ഒരു ഉജ്ജ്വലമായ ഒരു അക്കാഡമിക് ജീവിതത്തിൻ്റെ ഉടമയാകേണ്ടതായിരുന്നു. PhD എടുത്തുകൊണ്ട് മാത്രമല്ല, പിന്നീട് സെൻറ്റ് തെരേസാസ് കോളേജ് വളരെയധികം മുമ്പോട്ട് പോയിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ ജോലി പ്രവേശിച്ചു. പക്ഷേ ആനിക്ക് ഗവേഷണം തുടരാൻ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. അന്ന് അതിനുള്ള സൗകര്യം ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് അതിനുശേഷം അവിടെയും PhD ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടുത്തെ അധ്യാപികമാർക്ക് വിദ്യാർത്ഥികളെ എടുത്ത് ഗൈഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആനി ചേരുമ്പോൾ അതുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു അധ്യാപകൻ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ല. അധ്യാപകൻ പൂർണ്ണമാണെങ്കിൽ വിദ്യാർത്ഥികളും കൂടെ കൂടണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആനിയുടെ കസിൻ എന്നുള്ള നിലയിൽ ഗവേഷണത്തിലും ഒക്കെ സഹകാരിയായിരുന്നു എന്ന നിലയിലൊക്കെ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം സജീവനാകുന്നത് സന്തോഷമുണ്ട്. നമസ്കാരം. Now we call Dr. Sister Sujita, Vice Principal and Professor of Sociology Department, St. Teresa's College, Ernakulam, to speak a few words for this memorable event.
അഭിമന്യ പിതാവേ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, മനുഷ്യൻ ജീവിത മാതൃക അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ആയിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഈ ഒരു അവസരത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും വലിയൊരു ജീവിത മാതൃക, റോൾ മോഡലാണ് ഈ ആരാണ് നീ എന്നുള്ള പുസ്തകത്തിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബോസ്കർ അച്ഛൻ നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാട്ടുന്നത്. സെൻറ്റ് തെരേസസ് കോളേജ് അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് 100ന്റെ നിറവിലാണ് ഞങ്ങളെല്ലാവരും. എന്നാൽ ഈ ഒരു അവസരത്തിൽ സെൻറ്റ് തെരേസസ് കോളേജിന് ആനിമിസിനെ കുറിച്ച് പറയാനുള്ളത്, ആരോട് ചോദിച്ചാലും ആനിമിസിനെ കുറിച്ച് പറയാനുള്ളത്, ഒന്നാമതായിട്ട് ഇവിടെ ഓരോരുത്തരും മെൻഷൻ ചെയ്താണ് എങ്കിലും ദൈവഭയവും ദൈവഭക്തിയിലും ആഴപ്പെട്ട ഒരു വ്യക്തിത്വം. രണ്ടാമതായിട്ട് സമർത്ഥയായ ഒരു അധ്യാപിക. മൂന്നാമതായിട്ട് ഏതൊരു റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ ഏതൊരു ടാസ്ക് കൊടുത്താലും അത് ആത്മസമർപ്പണത്തോടുകൂടെ തന്നെ അത് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ആനിമ. തൻ്റെ സ്നേഹത്തിലൂടെയും സ്നേഹമുള്ള പെരുമാറ്റത്തിലൂടെയും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും എപ്പോഴും മിസ്സിന് ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ഇത്രയും നല്ലൊരു ജീവിത മാതൃകയാണ് നമുക്കിന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടി തന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ഈ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ ആരാണ് നീ, നമ്മൾ ഓരോരുത്തരും ഈ ഒരു ടൈറ്റിൽ കേട്ടപ്പോൾ നമ്മൾ തന്നെ അത് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും, ടു മൈസെൽഫ്, ആരാണ് നീ എന്നുള്ളൊരു ചോദ്യം. നമുക്കറിയാം ഈ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നത് മിസ്സിനെ കുറിച്ച് ഓരോരുത്തർക്കും മിസ് ആരായിരുന്നു എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഈ ബുക്കിന് ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ജോർജ് സാർ തന്നെയാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സാറിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു പുസ്തകം ഒത്തിരിയേറെ പേര് അത് വായിക്കാനിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ആനിമിസിന്റെ ജീവിതം നമുക്കും ഒന്ന് മാതൃകയാക്കാം. ഏറ്റവും ഭംഗിയായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു പോകാനായിട്ട് നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. It's our pleasure to invite Dr. Valsa Varki, retired General Manager of the Research and Development Department, Indian Petroleum Corporation Limited, and Annie Mummy's dear friend and college mate from their unforgettable IIT Chennai days, to honor this occasion with her words. എല്ലാവരും ആനിയുടെ ടീച്ചേഴ്സായിട്ടും കൊളീഗ്സായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആനിയുടെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് 2 വർഷം ഉണ്ടായിരുന്നു ചെന്നൈയിൽ. ആനി MSc സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ ഞാൻ അവിടെ PhDക്ക് ജോയിൻ ചെയ്തു. ആനിക്ക് 1 വർഷത്തെ പരിചയം അപ്പം IITയിൽ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ചെന്ന സമയത്ത് എന്നെ വളരെയധികം സഹായിച്ച ആളാണ്. ഒന്നാമതായിട്ട് എനിക്ക് വലിയ എക്സ്പോഷറൊന്നും ഉണ്ടായിരുന്നില്ല. IITയിലേക്ക് ചെല്ലുമ്പോൾ വളരെ നെർവസ് ആയിരുന്നു. പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി ചെന്നപ്പോൾ ഹോസ്റ്റലിൽ ഒരു ഇടയുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോസ്റ്റൽ വാർഡനെ ആനി ഒട്ടും പരിചയമില്ലാത്ത എൻ്റെ പേർക്കായിട്ട് അപ്രോച്ച് ചെയ്ത് ഒരു സ്പെഷ്യൽ റൂം സാങ്ഷൻ ചെയ്തു തന്നു. അത് ഏറ്റവും വലിയ ഒരു ഹെൽപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ 2 വർഷം ഏകദേശം ഒരുമിച്ചുണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും ആനി എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പം പറയാൻ പറ്റും. അന്ന് ഞങ്ങൾക്ക് 22-23 വയസ്സായിരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ആനിയും ഇവിടെ ഇപ്പോൾ വേദിയിലിരുന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെ. ഞാൻ ഒന്നാമതായിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം, ഒരു പരിചയം ഇല്ലായിരുന്നിട്ടും എന്നെ അത്രയും സഹായിച്ച്
അവിടെ അഡ്മിഷൻ എനിക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു, നെക്സ്റ്റ് റൂം നെയ്ബേഴ്സ്. ആൻഡ് ആനിയുടെ ഓരോ ദിവസവും ഞങ്ങളുടെ ഈ 2 വർഷം വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ചെയ്തു. ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലല്ലെങ്കിലും ഞങ്ങളുടെ റൂട്ടീൻസ് ഒത്തിരി സെയിം ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും ഈ ആനയുടെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് എനിക്ക് പ്രത്യേകമായിട്ട് അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് പോകാനായിട്ട് ഞങ്ങളുടെ പള്ളി വളരെ ദൂരെയായിരുന്നു. അപ്പോൾ IIT ക്യാമ്പസിൽ ഒരു റൂമിൽ ഒരു കാത്തലിക് സർവീസ് ഉണ്ടായിരുന്നു. ആനി എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ആനി ഉണ്ടായിരുന്ന അത്രയും സമയം ഞാൻ അവിടെ തന്നെ എല്ലാ ഞായറാഴ്ചയും പോയിക്കൊണ്ടിരുന്നു. രണ്ടാമതായിട്ടുള്ള കാര്യം, ആനിയുടെ പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി അത് വളരെ കൃത്യമായിട്ട് ആ പ്രായത്തിലും കാണുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഏതൊരു ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്നത് ആനിയാണ്. ബിക്കോസ് ദേ ന്യൂ ഷീ വിൽ സോൾവ് ദ പ്രോബ്ലംസ് ഓർ ഷീ വിൽ ഫൈൻഡ് ഔട്ട് സം വേ സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ഹെൽപ്പ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആനി ദുഃഖത്തിലും സന്തോഷത്തിലും അതുപോലെ തന്നെ തോൽവിയിലും ജയത്തിലും വളരെ സമനില പാലിക്കുന്ന ഒരാളായിരുന്നു. എസ്പെഷ്യലി IITയുടെ കരിക്കുലം ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ. എനിക്ക് ഡോക്ടറേറ്റിനെ കുറിച്ച് അത്രയ്ക്ക് പറയാനില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് വെരി റിഗറസ്. ആൻഡ് ഇവിടെ നിന്നൊക്കെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ ഒരുമിച്ച് കടപിടിച്ച് നിന്ന് പഠിക്കുക, അത് ക്ലിയർ ചെയ്യുക പേപ്പേഴ്സ് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. പല സമയത്തും ആനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും വളരെ ദൃഢനിശ്ചയതയോടെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആനി. അതുകൊണ്ട് വളരെ നല്ല വിധത്തിൽ പഠിത്തം തീർത്തെടുക്കാനും തിരിച്ച് കൊച്ചിയിലേക്ക് പോരാനും പറ്റി. ആനി മദ്രാസിൽ നിന്ന് കൊച്ചിയിലേക്ക് പോന്നപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടത് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അന്ന് IITയിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ 40 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വളരെ ചെറിയ ഹോസ്റ്റലും അതിനകത്ത് ഈ 40 കുട്ടികളും. പക്ഷേ അവരെല്ലാവരും ആനി പോരുന്ന സമയത്ത് വളരെ വിഷമത്തോടെ ഇവിടെ പറഞ്ഞു. പിന്നെ കുറേ കാലം ഞങ്ങൾ ഫാമിലി ആയി കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ചത് മുറിഞ്ഞു പോയി. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് ആനിയെ കോണ്ടാക്ട് ചെയ്യാവുമെന്ന് നോക്കി 2-3 വർഷം അത് പറ്റിയില്ല. പിന്നെ ഞാൻ ഓൾഡ് അഡ്രസ്സിൽ, വള്ളമറ്റം അഡ്രസ്സിലാണ് എഴുത്തുകൾ എഴുതിക്കൊണ്ടിരുന്നത്. അതിനൊന്നും റിപ്ലൈ ഉണ്ടായില്ല. 2018 എനിക്ക് ജോർജിൻ്റെ നിന്ന് ഒരു ഫോൺ വന്നു. I was so shocked to know about Annie's departure. Very sad. Then somehow ഞാൻ ഇവിടെ വന്ന് ഇവരുടെ ഫാമിലി ജോർജിനെയും കുട്ടികളെയും കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് now we are in touch again. അപ്പോൾ ആനിയുടെ ഈ 3 ക്വാളിറ്റി നമ്മളുടെ അച്ഛനും മിത്രാച്ചനും ബാക്കി എല്ലാ ഫ്രണ്ട്സും പറഞ്ഞ മാതിരി ഷീ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. ആനിയെ ഏതെങ്കിലും വിധത്തിൽ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഒന്ന് പ്രോബ്ലം സോൾവിങ്, വെരി ഹാപ്പി പേഴ്സൺ ആൻഡ് വെരി സ്ട്രോങ് ഇൻ ഹെർ വിൽ പവർ ടു ക്ലിയർ തിങ്സ്. അതാണ് എനിക്ക് ആനിയെക്കുറിച്ച് പറയാനുള്ള ടെസ്റ്റിമോണി. ഇത് ഇനിയും ഞാൻ നിർത്തട്ടെ, എനിക്ക് തിരിച്ച് കോട്ടയത്തിന് പോകണം. അതുകൊണ്ട് അധികം നേരം ഇരിക്കാനും കൂടെ പറ്റില്ല, എല്ലാവരും പറയുന്നതും കേൾക്കാൻ പറ്റില്ല. എങ്കിലും എന്നെ ഇവിടെ വിളിച്ച് ഈ ഓർഗനൈസേഴ്സിനും ജോർജിനും ആൻഡ് വള്ളമറ്റം ആൻഡ് വാളക്കുഴി ഫാമിലി, ഓൾ ദി ഓഗസ്റ്റ് പീപ്പിൾ ഓൺ ദി ഡയസ്, എല്ലാവർക്കും ഞാൻ നന്ദി പറയും. I now invite Dr. Sajimol Augustine,
Senior Administrator and former Principal of St. Teresa's College, Ernakulam, and a fond colleague from the Physics Department, to share her thoughts with us. ഈ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയനായ അഭിവന്യ പിതാവിനും മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഡോക്ടർ ആനി ജോർജ് മിസ്സിൻ്റെ ധന്യമായ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുവാനും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനും ലഭിച്ച ഈ അവസരം ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഈ പുസ്തകം മിസ് ആനിയുടെ അതുല്യമായ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഇതിൻ്റെ ഓരോ പേജും മിസ്സിൻ്റെ ആത്മീയതയും ആശയസമ്പത്തും കരുത്തും ജീവിതത്തിന് നൽകിയ മഹത്തായ പാഠങ്ങളും ഉൾക്കൊള്ളുന്നു. ഒരു തെരേസിനായി പഠിച്ചു വളർന്ന് അവിടെ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയായി തൻ്റെ കരിയർ ആരംഭിച്ച മിസ് ആനി ഞങ്ങൾക്കെന്നും പ്രിയ സഹപ്രവർത്തക എന്നതിലുപരി ഒരു സുഹൃത്തും മാർഗദർശിയുമായിരുന്നു. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിസ് ആനിയുടെ സാന്നിധ്യവും സാമീപ്യവും എന്നും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു. ശാന്തവും അതിലേറെ സൗമ്യവുമായ പെരുമാറ്റ രീതി കൊണ്ട് ആകർഷണീയമായ വ്യക്തിത്വം, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമ, ഏത് പ്രശ്നത്തെയും സമചിത്തതയോടെ നേരിടാനുള്ള കരുത്ത്, എല്ലാവർക്കും മാതൃകാപരമായ ഈ വ്യക്തിത്വം തൻ്റെ സഹപ്രവർത്തകരുടെ ഹൃദയത്തിൽ ഒരു നല്ല സ്ഥാനം സ്വന്തമാക്കി. സ്റ്റെപ്പിംഗ് ഡൗൺ സ്ലോലി ഇൻ ടു വൺസ് ഹാർട്ട്, അതായിരുന്നു മിസ് ആനി എന്ന വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്ര. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം the most understanding, the most approachable, the most loving and the most caring teacher, അതായിരുന്നു മിസ് ആനി അവർക്ക്. അധ്യാപനം എന്ന കലയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മാതൃക അധ്യാപിക. ഇങ്ങനെ തൻ്റെ പ്രവൃത്തി മേഖലകളിലെല്ലാം മാതൃകയായി പരിലസിച്ച മിസ് ആനിയെക്കുറിച്ചുള്ള ഈ പുസ്തകം എല്ലാവർക്കും മാതൃകയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ രചന നിർവഹിച്ച റവറൻഡ് ഫാദർ ബോസ്കോ അച്ഛനും പ്രകാശന കർമ്മം നിർവഹിച്ച പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് മാർ കൂറിലോസ് തിരുമേനിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ ഈ വലിയ ശ്രമം ഒരു ധന്യമായ ജീവിതത്തിൻ്റെ പ്രഭാവം തട്ടിമാറ്റാതെ തലമുറകളിലേക്ക് കൈമാറാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത മിസ്സിൻ്റെ കുടുംബത്തോടും പ്രത്യേകിച്ച് ജോർജ് സാറിനോടും കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം നമ്മുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല വായനക്കാരുടെ മനസ്സുകളിലും ഒരിക്കലും മായാത്ത ഒരു പ്രകാശം പരത്തട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ എല്ലാവർക്കും നന്ദി. I warmly welcome Professor Monima Kokar, our Chachan's cousin, to share her inspiring words with us. She is a former member of the Kerala State Women's Commission and is working tirelessly for women empowerment. ഏറ്റവും അഭിനന്ദനായ കൂർലോസ് പിതാവേ, വേദിയിലെ ബഹുമാനപ്പെട്ടവരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, It is not the years in the life of a person that matters, but the life in her years. നമ്മുടെ അഭിനന്ദനായ കൂർലോസ് തിരുമേനി ആനിയെ പറ്റിയുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ്. സാധാരണ ഒരു മനുഷ്യ വ്യക്തിക്ക് 80, 90, 100 ഒക്കെ വർഷം ജീവിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ആനി ജീവിച്ചത് വെറും 61 വർഷങ്ങളാണ്. ഈ 61 വർഷങ്ങൾ കൊണ്ട്
ആനി ഒരു 100 വർഷങ്ങളിലെ നേട്ടമുണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ഇയേഴ്സ് ഇൻ ദ ലൈഫ് ഓഫ് ആനി ദാറ്റ് മാറ്റേഴ്സ്, ബട്ട് ദ ലൈഫ് ഇൻ ഹെർ ഇയേഴ്സ്. വാളക്കുഴിയിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കുടുംബത്തിൽ എനിക്ക് ധാരാളം കസിൻസ് ഉണ്ട്. പക്ഷേ അവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായത് ജോർജ് കുട്ടിയും തോമാച്ചനുമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. ജോർജ് കുട്ടിയുടെ വിവാഹശേഷം കുടുംബജീവിതം എറണാകുളത്ത് ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ അടുപ്പം വീണ്ടും തുടർന്നു. ഞാൻ ജോർജ് കുട്ടിയുടെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ജോർജ് കുട്ടിയുടെ കുടുംബജീവിതത്തെ പറ്റി. കൃഷ്ണസ്വാമി ക്രോസ് റോഡിലുള്ള ആ വീട്ടിൽ ജോർജ് കുട്ടിയും തോമാച്ചനും അവരുടെ ഭാര്യമാരും ഇളയ സഹോദരങ്ങളും എല്ലാമായിട്ടുള്ള ആ ജീവിതം, അന്നു മുതൽ ആനി മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നിസ്സംശയം പറയുന്നു, ആനി വാളക്കുഴി കുടുംബത്തിലേക്ക് വന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ അഭിമാനമാണ് ആനി. വാളക്കുഴി കുടുംബത്തിൻ്റെ മാത്രമല്ല, വള്ളമറ്റം കുടുംബത്തിൻ്റെയും ഒരു വലിയ അഭിമാനമാണ്. ഞാൻ ധാരാളം സ്ഥലങ്ങളിൽ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആനിയെ അറിയുമോ, ഡോക്ടർ ആനി ജോർജിനെ അറിയുമോ? അവിടെയൊക്കെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയാറുണ്ട്, ആനി എൻ്റെ ബന്ധുവാണ്. അത്രയേറെ അഭിമാനം എനിക്ക് വ്യക്തിപരമായിട്ട് തന്ന ആനിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ധാരാളം പ്രത്യേകതകളുള്ള ആയിരുന്നു ആനി. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ആനിയുടെ നിശബ്ദമായ പ്രവർത്തന ശൈലിയാണ്. ഒരൊച്ചയും ബഹളവുമില്ലാതെ, ആരോടും ഒരു അംഗീകാരവും ചോദിച്ചു വാങ്ങാതെ, ഒരു പൊങ്ങച്ചവുമില്ലാതെ എത്രയോ മേഖലകളിലാണ് ആനി പ്രവർത്തിച്ചിട്ടുള്ളത്. കുടുംബം, വിദ്യാഭ്യാസം, അധ്യാപനം, സഭ, സമൂഹം, അങ്ങനെ എത്രയെത്ര മേഖലകൾ. കുടുംബത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബാബു സാർ ഉൾപ്പെടെ ഇവിടെ പലരും പറഞ്ഞു. അന്ന് ആനിയെക്കാളും മുമ്പ് അധ്യാപനം തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. പക്ഷെ അന്ന് കോളേജ് ലെക്ചറേഴ്സ് ആരും PhD-യെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനു മുമ്പ്, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആനി ഒരു PhD എടുത്തു. സഭയിലെ കാര്യം പിതാവിലൂടെ പറഞ്ഞു. ഏറ്റവും താഴത്തെ തട്ടിലെ വെറുമൊരു വേദപാഠ ടീച്ചർ, അതുമുതൽ പാസ്റ്ററൽ കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ട് വരെ ആനി ഉയർന്നു. ഞാനിവിടെ എറണാകുളത്തെ പാസ്റ്ററൽ കൗൺസിലൊക്കെ ധാരാളം വർഷങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, ആനി പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ആയല്ലോ, ടീച്ചർ എന്തുകൊണ്ടായില്ല? എനിക്ക് ഉത്തരമില്ലായിരുന്നു. ആനിയുടെ അത്രയും കഴിവ് എനിക്കില്ലായിരുന്നു എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുപോലെ തന്നെ അധ്യാപനത്തിന്റെ കാര്യത്തിലും ഒരിക്കൽ ആനിയുടെ ഒരു സ്റ്റുഡൻറ്, ആനി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബന്ധുവാണ് ഡോക്ടർ ആനി ജോർജ്, പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു വാചകം ഇതാണ്, ഇത്രയേറെ ആത്മാർത്ഥതയുള്ള അധ്യാപകരെ എനിക്കധികം കിട്ടിയിട്ടില്ല. ആത്മാർത്ഥത എന്ന വാക്ക് അധ്യാപനത്തിൽ ഏറ്റവും വേണ്ടത് അത് തന്നെയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട ആനിക്കുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആനി ഒരു അതുല്യ പ്രതിഭയായിരുന്നു, ഒരു അമൂല്യ വ്യക്തിത്വം, പാറ പോലെ ഉറച്ച എന്നാൽ ശാന്തയായ ഒരു മഹിളാരത്നം. വിജ്ഞാനവും നേതൃത്വപാഠവും കരുണയും എല്ലാം കോർത്തിണക്കിയ കിരണങ്ങൾ ചുറ്റുപാടും പായിച്ച ഒരു സ്ത്രീരത്നം, ഒരു ദീപസ്തംഭം എന്ന് തന്നെ ഞാൻ ആനിയെ വിളിക്കുന്നു. എൻ്റെ മനസ്സിൽ കോറിയിട്ട ഒരു കവിതാ ശകലമുണ്ട്. ഈ കവിതയിൽ പറയുന്നത് സ്ത്രീയെക്കുറിച്ചാണ്. കവിത ഇങ്ങനെയാണ്: 1000 അർത്ഥഭേദങ്ങൾ വായിച്ചെടുക്കാവുന്ന ഒറ്റവരി കവിതയാണ് സ്ത്രീ. ഇപ്പോൾ ആനിയെ പറ്റിയും ഞാൻ പറയുന്നു, അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു, 1000 അർത്ഥഭേദങ്ങൾ വായിച്ചെടുക്കാവുന്ന ഒരു ജീവിത കഥയാണ് ആനിയുടേത്. ഈ പുസ്തകം നിങ്ങളുടെ ആരുടെയും കയ്യിൽ എത്തിയിട്ടില്ല. ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും
1000 നേട്ടങ്ങൾ, നിശബ്ദ നേട്ടങ്ങൾ കോർത്തുണക്കിയ ഒരു വലിയ ജീവിതം. ഇവിടെ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൂർലോസ് പിതാവിൻ്റേത്. പിതാവിനെ പറ്റി ഞാൻ പറയുന്നതും എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെയാണ്: പോസിറ്റീവ് എനർജിയുടെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. ഏറ്റവും അധികം ഹ്യൂമൻ ടച്ച് ഉള്ള ഒരു പിതാവാണ്. പിതാവിൻ്റെ പ്രസംഗത്തിൽ പിതാവ് ഒരു കാര്യം പറഞ്ഞു: ഒരമ്മ, ഒരു സ്ത്രീ, ഒരു ഭാര്യ സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്ത വ്യക്തിയായിരുന്നു ആനി എന്ന് പിതാവ് പറഞ്ഞു. ഇവിടെ ഒരു സത്യം കൂടെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ കുടുംബ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, കേരളത്തിലെ വിവാഹിതയാകുന്ന ഒരു സ്ത്രീക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഭർത്താവിൻ്റെ പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും സഹായവും വേണം. അല്ലെങ്കിൽ ആ കുടുംബം ഛിദ്രഭദ്രമാകും. തീർച്ചയായിട്ടും ജോർജ് കുട്ടിയുടെ ആ ഒരു സഹകരണം കൊണ്ട്, പ്രോത്സാഹനം കൊണ്ട്, പിന്തുണ കൊണ്ടാണ് ആനി ഇത്രയും നേട്ടങ്ങൾ നേടിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോർജ് കുട്ടിക്ക് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഇന്നും തന്നെ എല്ലാത്തിൻ്റെയും പുറകിൽ മാറി നിൽക്കുകയാണ്, മുൻപോട്ട് വരുന്നില്ല. അതാണ് ജോർജ് കുട്ടിയുടെയും ഒരു പ്രത്യേക ഒരു രീതി. അത് തന്നെയാണ്. രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഒരിക്കലും വഴക്കടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ നിത്യ സന്ദർശകയായിരുന്നു എന്ന്. അതുകൊണ്ട് ജോർജ് കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്ന് അഭിനന്ദിക്കാൻ. ആളിനെ ഞാൻ കാണുന്നില്ല, എവിടെയാണ്? വാളക്കുഴി കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. വാളക്കുഴി കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും പേരിൽ ആനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആനി ഞങ്ങൾക്ക് തന്ന അഭിമാനത്തിന് നന്ദി പറയുകയാണ്. ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ആനി ഈ വാക്കുകൾ കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നെ ശ്രമിച്ചതിന് നന്ദി. Let us now welcome Mrs. Shaila Anthony, Head Mistress of Catechism at St. Thomas Malankara Catholic Church, Ernakulam, who has seamlessly carried forward Annie Mummy's legacy and also shines as a dedicated teacher at Bhavan's Vidya Mandir to share her words of inspiration. അഭിമന്യ പിതാവേ, വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലുമായുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹിതരെ, നിങ്ങൾക്ക് സ്നേഹവന്ദനം. മലങ്കര ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആനി ടീച്ചറിൻ്റെ പൊതുജീവിതം ഒരു സാക്ഷി എന്ന നിലയിൽ 2 ശതാബ്ദക്കാലത്തോളം കാണുവാനും ആഴത്തിൽ അറിയുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഒരു അമ്മയുടെ വാത്സല്യം, സഹോദരിയുടെ സ്നേഹം, ഗുരുനാഥയുടെ കരുതലുമാണ്. ആനി എന്ന് നീട്ടി വിളിക്കുമ്പോൾ പ്രതിധ്വനിക്കുന്നത് വാത്സല്യം എന്ന വികാരമാണ്. ആരാണ് നീ എന്നുള്ള ഉത്തരം ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ കൈകളിലെത്തി. ഈ പുസ്തകത്തിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും എറണാകുളം സെൻറ് തോമസ് ഇടവകയിലെ ഓരോ അംഗത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള പ്രാർത്ഥനാശംസകളും നന്ദിയും അറിയിക്കുന്നു. അരുന്തറി റോയ്ക്ക് ബുക്ക് പ്രൈസ് വാങ്ങിക്കൊടുത്ത പുസ്തകത്തിൻ്റെ പേര് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ്. എന്നാൽ ടീച്ചറിനെ കുറിച്ച് എനിക്ക് പറയാൻ ഇഷ്ടം ദ ലോർഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാട്ടി. അങ്ങനെ ആകാൻ കഴിയുക എന്നത് ഈ ലോകത്ത് സ്വർഗരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള ഒരേ ഒരു മാർഗം. ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ടീച്ചർ നേടിയെടുത്ത അഥവാ ടീച്ചറിനെ തേടി വന്ന വലിയ വലിയ കാര്യങ്ങൾ. അതിൻ്റെ ഗാംഭീര്യമോ ഘനമോ ഭാരമോ ഒന്നും ടീച്ചറിനെ ബാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ചെറിയ കാര്യങ്ങളെ വലിയ അനുഗ്രഹങ്ങളായി സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നതാണ് ആത്മീയതയുടെ ഉയരങ്ങൾ കീഴടക്കാൻ ടീച്ചറെ സഹായിച്ചത്. രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് എല്ലാവരുടെയും കയ്യൊപ്പ് ചാർത്തിയ ഒരു ബർത്ത്ഡേ കാർഡ്, ഒരു പുസ്തകവും ടീച്ചറിന് നൽകിയുണ്ടായി.
റിനൗഡ് സർജൻ ആയിരുന്ന ഡോക്ടർ പോൾ ഡ്രാൻ കുഷ്ഠരോഗികൾക്കിടയിലെ തൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഫിലിപ്പ് യാൻസിയോടൊപ്പം ചേർന്ന് എഴുതിയ ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന ബുക്ക്. പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ വേദനയോടുള്ള തൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറ്റാൻ ഈ പുസ്തകം സഹായിച്ചു എന്ന് പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. 1991 പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബത്തിലെ ഹീൽ ദ വേർഡ് എന്ന ഗാനത്തിന് മൈക്കിൾ ജാക്സൺ നൽകുന്ന ഇൻട്രോ ഇങ്ങനെയാണ്: If you really try, you will feel there is no hurt or sorrow, and you will find that there is no need to cry in the world. Provided you should have a heart that cannot lie. That heart will have a place for love. That love is strong to care for others. That will empty the fear of loss. അതെ, ഒരു നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമയായിരുന്ന ഞങ്ങളുടെ ആനി ടീച്ചർ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ എല്ലാം കേളി സ്ഥലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമ. ദേവാലയത്തെ വീടാക്കി, വീടിനെ ദേവാലയമാക്കി അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്നതാണ് ടീച്ചറിൻ്റെ മേന്മ. വിദ്യാലയം, ആതുരാലയം, ദേവാലയം എന്നിവയുടെ ഒക്കെ ചുവരുകൾക്ക് വിള്ളൽ വീഴുന്ന ഈ കാലത്ത് അതിനെ പുതുക്കാൻ ഇത്തരം ഓർമ്മകൾ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Shaila Aunty. As we wrap up this unforgettable evening, I invite Mrs. Anju Anil, the eldest daughter of Annie Mummy, And my mother, currently manager at Angels Army, to deliver the vote of thanks and bring this special gathering to a close. എഫേസ്യസ് 4:2 ഇങ്ങനെ പറയുന്നു: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുകയും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ അനർത്ഥമാക്കിയ ഒരു വ്യക്തിയാണ് എൻ്റെ മമ്മി എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മമ്മിയുടെ ജീവിതശൈലിയിൽ നിന്നും എനിക്ക് ആകർഷകമായി ഒരു ആപ്തവാക്യമായി ഞാൻ സ്വീകരിച്ചത് ഡ്യൂട്ടി ഈസ് വർഷിപ്പ് എന്ന മമ്മിയുടെ ഒരു ക്വാളിറ്റിയാണ്. മമ്മി ഏത് കാര്യം ചെയ്യുന്നതിലും അതിനൊരു പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതൊരു വർഷിപ്പായി കരുതിയിരുന്ന ഒരാളാണ്. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലും ഞാൻ ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം. അപ്പോൾ തോമസ് മാർ കുർലിസ് പിതാവേ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു ജോസഫ് സർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മമ്മിയുടെ സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, ഈ മഹത്തായ ദിനത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ലഭിച്ച ഈ അവസരം ഞാൻ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. ആദ്യമായി വളരെയധികം തെരുവുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി ഏറ്റവും അനുഗ്രഹപ്രദമായി തീർക്കുകയും മമ്മിയെ പറ്റിയുള്ള നല്ല സ്മരണകൾ പങ്കുവെച്ച അഭിമന്യ ഡോക്ടർ തോമസ് മാർ കുറിലോസ് തിരുമേനിക്ക് എൻ്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ക്ഷണം സ്വീകരിച്ച് മറ്റു പല പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന മമ്മിയുടെ ഗവേഷണ കാലത്ത് മമ്മിയെ നല്ലവണ്ണം ഗൈഡ് ചെയ്യുകയും മമ്മിയായിട്ടുള്ള അനുഭവം പങ്കുവെക്കുകയും ചെയ്ത പ്രൊഫസർ ഡോക്ടർ ബാബു ജോസഫ് സാറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പുസ്തകത്തിന്റെ ഉറവിടം ആരംഭിക്കുന്നത് മലങ്കര ബദനി അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിയുത കാംക്ഷിയുമായ റെവറൻഡ് ഫാദർ ബോസ്കോ അച്ഛനിൽ നിന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ വാഴക്കുഴി കുടുംബത്തോടും മമ്മിയുടെ അപ്പച്ചൻ അഡ്വക്കേറ്റ് ജോസഫ് വള്ളമറ്റം ആയുള്ള ബന്ധം വളരെയധികം പുലർത്തിയ ഒരു വ്യക്തിയാണ്. വിവിധ മേഖലകളിൽ മമ്മി കാഴ്ചവെച്ച സുത്യർഹ്യമായ സേവനങ്ങൾ നേരിട്ട് കണ്ട അച്ഛന് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ തക്ക വിധം ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി താല്പര്യം കാണിച്ച് അച്ചാച്ചനോട് സംസാരിക്കുകയുണ്ടായി. അത് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ബോസ്കോച്ചനോട്
ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ ഏടുകൾ മനോഹരമായി കോർത്തിണക്കി പുസ്തക രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ ശ്രീ KP രമേശ് സാറിന് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ആശംസകൾ അർപ്പിച്ച സെൻറ് റിസേഴ്സ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സുജേത, സെൻറ് റിസേഴ്സ് കോളേജ് സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സജിമോൾ അഗസ്റ്റിൻ, പ്രൊഫസർ മോനമോ കോക്കാട്, മമ്മിയുടെ പ്രിയ IIT സുഹൃത്ത് ഡോക്ടർ വത്സ വർക്കി, സെന്റ് തോമസ് മലങ്കര കാത്തലിക് ചർച്ച് ഹെഡ് മിസ്ട്രസ് ഷൈല ആന്റണി എന്നിവർക്കും എൻ്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. എറണാകുളം സെന്റ് തോമസ് മലങ്കര കാത്തലിക് ചർച്ച് വികാരി റെവറൻഡ് ഫാദർ ജോമോൻ അച്ഛന് ഈ പരിപാടി ഭംഗിയായി നടത്തുവാൻ വേണ്ടി പല നിർദ്ദേശങ്ങളും നൽകുകയും ഇവിടെ സന്നിഹിതനാവുകയും ചെയ്തു. അച്ഛന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ആരാണ് നീ എന്ന പുസ്തകത്തിന്റെ അവതാരിക എഴുതിയ അഭിമന്യ തോമസ് മാർ കുർലോസ് പിതാവിനും പുസ്തകത്തിന് ആശംസകൾ എഴുതിയ മൂവാറ്റുപുഴ ബിഷപ്പ് യോഹന്നാൻ മാർ തിയോഡിയോസിസ് പിതാവിനും എമിററ്റസ് മൂവാറ്റുപുഴ ബിഷപ്പ് അബ്രഹാം മാർ ജൂലിയോസ് പിതാവിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആരാണ് നീ എന്ന പുസ്തകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ധാരാളം ആൾക്കാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വരാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്. എല്ലാവരെയും ഓരോരുത്തരെയും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. മഹാരാജാസ് കോളേജിലെ സ്പെഷ്യൽ BSc സഹപാഠികൾ, സെന്റ് റിസേഴ്സ് കോളേജിലെ മമ്മിയുടെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ചും മമ്മിയുടെ പുസ്തകത്തിന് വേണ്ടി ലേഖനങ്ങൾ ശേഖരിക്കുകയും അത് നല്ല വിധം കമ്പൈൽ ചെയ്ത് നൽകിയ ഡോക്ടർ കലാമിസിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. മമ്മിയുടെ ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിൽ മമ്മിയോടൊപ്പം ഇടപഴകിയ ആളുകളിൽ നിന്നും ഓർമ്മക്കുറിപ്പുകൾ പടങ്ങളും ശേഖരിക്കുന്നതോടൊപ്പം അച്ചാച്ചനും മമ്മിയോടൊപ്പം ഒരിക്കൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. അച്ചാച്ചൻ്റെ തീവ്രമായ പരിശ്രമമാണ് ഈ പുസ്തകത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നത്. അച്ചാച്ചന് നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും അച്ചാച്ചനെ പറ്റി ഒരു വാക്കെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് കൂട്ടിച്ചേർത്തത്. ഹാളിൻ്റെ പിൻഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മമ്മിയുടെ വിവിധ ജീവിതഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന മനോഹരമായ ഫോട്ടോ ഗാലറി അച്ചാച്ചൻ്റെ കുറച്ച് നാളുകളായ പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓരോ ബോർഡുകളും അതിൻ്റെ സൈസ് വരെ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ രീതിയിൽ ഓരോരോ ഘട്ടങ്ങൾ അച്ഛൻ അത് നേരത്തെ തന്നെ തുടങ്ങിയൊരു കാര്യമാണ്. ശ്രീ മോഹൻ സാറിനും ഫുഡ് ഒരുക്കിയ ആൻഡ്രിയസിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. They say that dreams don't always come true, but that's okay. I'll keep dreaming anyway. Just keep on dreaming. One day you'll see. You can wish for the world, but still what'll be will be. It ain't always easy, ain't always smooth. Life ain't about whether you win or lose. And they say that dreams don't always come true, but that's okay. Keep dreaming anyway. I'll keep dreaming every day. 70 candles on a birthday cake. Turns out life is what you make.